So good morning. ഈ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഉണ്ട്, സിമിലർലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ, പോൾസ്, സീറോസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, നെറ്റ്വർക്ക് ഫംഗ്ഷൻസ്. സോ ഞാൻ ഒരു നെറ്റ്വർക്കിനെ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്യാം. റൈറ്റ്, ഒരു നെറ്റ്വർക്കിനെ ഞാൻ ബോക്സിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്യാണ്. അതിനെ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറയുന്നതിനെയാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. സിമിലർലി അതിൻ്റെ ഔട്ട്പുട്ടിനെയാണ് റെസ്പോൺസ്, ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോംസിൻ്റെ റേഷ്യോ, അതായത് എക്സൈറ്റേഷൻ്റെ ട്രാൻസ്ഫോം ടു റെസ്പോൺസിൻ്റെ ട്രാൻസ്ഫോമിനെയാണ് ബേസിക്കലി നെറ്റ്വർക്ക് ഫങ്ഷൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അത് വൈസ് വേഴ്സ ആയാലും സെയിം ആണ്. അതായത് റെസ്പോൺസിൻ്റെ ട്രാൻസ്ഫോം ടു എക്സൈറ്റേഷൻ്റെ ട്രാൻസ്ഫോമോ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ്റെ ട്രാൻസ്ഫോം ടു റെസ്പോൺസിൻ്റെ ട്രാൻസ്ഫോമിനെയാണെങ്കിലും നമ്മൾ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമാണ്, രണ്ടിൻ്റെ ട്രാൻസ്ഫോംസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോസിനെയാണ് ബേസിക്കലി നെറ്റ്വർക്ക് ഫംഗ്ഷനായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. റൈറ്റ്, നെക്സ്റ്റ് വൺ പോർട്ട് നെറ്റ്വർക്കും ടു പോർട്ട് നെറ്റ്വർക്കും എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന, ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു വൺ പോർട്ട് നെറ്റ്വർക്ക്. വൺ പോർട്ട് നെറ്റ്വർക്കിൽ പോർട്ട് എന്താണെന്ന് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പോർട്ട് കറൻറ്റോ വോൾട്ടേജോ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ എൻ്റർ ചെയ്യുന്നതോ ലീവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ടെർമിനൽസിനെയാണ് ബേസിക്കലി പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. റൈറ്റ്, സോ ഒരു പോർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നതോ ലീവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വോൾട്ടേജ് എൻ്റർ ചെയ്യുന്നതോ ലീവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ടെർമിനൽസിനെയാണ് പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വൺ പോർട്ട് നെറ്റ്വർക്ക് എടുക്കുമ്പോൾ അതിനകത്ത് സിംഗിൾ പോർട്ട് മാത്രമേ കാണത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വൺ പോർട്ട് നെറ്റ്വർക്കിൽ റിട്ടേൺ പാത്ത് കാണും. വൺ എന്ന് പറയുന്ന, ഇതിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന വൺ എന്ന് പറയുന്ന ടെർമിനൽ വഴി കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. സിമിലർലി ആ വൺ ഡാഷ് എന്ന് പറയുന്ന കറണ്ട് വഴി അത് പോർട്ടിന് ആ നെറ്റ്വർക്കിനകത്ത് കംപ്ലീറ്റ് പോയതിനു ശേഷം സിമിലർലി വൺ ഡാഷ് എന്ന് പറയുന്ന ടെർമിനൽ വഴി അത് ലീവ് ചെയ്തും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഉള്ള നെറ്റ്വർക്ക്സിനെയാണ് വൺ പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ടു പോർട്ട് നെറ്റ്വർക്ക്. ടു പോർട്ട് നെറ്റ്വർക്കിൽ രണ്ട് പോർട്ടാണ്. ഇത് ഇതിൻ്റെ ഫസ്റ്റ് പോർട്ടാണ്. സിമിലർലി ഇത് ഇതിൻ്റെ സെക്കൻഡ് പോർട്ടാണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പോർട്ടിനകത്ത് രണ്ട് ടെർമിനൽസ് അല്ലെങ്കിൽ രണ്ട് വയേഴ്സ് അല്ലെങ്കിൽ രണ്ട് കണക്ഷൻസ് കാണും. ഒരു ടെർമിനൽ വഴി കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, അത് ഈ ടു പോർട്ട് നെറ്റ്വർക്കിനകത്ത് കംപ്ലീറ്റ് പോകുന്നുണ്ട്. സിമിലർലി അതിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു പോർഷൻ വൺ ഡാഷ് വഴി വരുന്നുണ്ട്. സിമിലർലി നെക്സ്റ്റ് സെക്കൻഡ് പോർട്ട് എടുക്കുമ്പം ടു ഡാഷ് എന്ന് പറയുന്ന രണ്ട് ടെർമിനൽസ് ഉണ്ട്. ടു എന്ന് പറയുന്ന പോർട്ട് ടൂവിൽ ടു എന്ന് പറയുന്ന ടെർമിനൽ വഴി കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിനെയാണ് ഇവിടെ I2 ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. റൈറ്റ്, I2 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർലി ആ കറണ്ട് ഈ പോർട്ടിനകത്ത് കംപ്ലീറ്റ് പോയി അത് അതിൻ്റെ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണോ അതെല്ലാം ചെയ്തിട്ടത് തിരിച്ച് ലീവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് ടു ഡാഷ് വഴിയായിരിക്കും വരുന്നത്. സോ ഇവിടെ I1 എന്ന് പറഞ്ഞ കറണ്ടും I2 എന്ന് പറഞ്ഞ കറണ്ട് രണ്ടും പോർട്ടിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. റൈറ്റ്, ടെർമിനൽസിനെ നമ്മൾ കോമൺലി റിലേറ്റ് ചെയ്യുന്ന വൺ ഡാഷും ടു ഡാഷും ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വൺ ഡാഷ് എന്ന് പറയുന്ന പോർട്ടിനെയാണ് യൂഷ്വലി ഇൻപുട്ട് പോർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് പോർട്ട്. സിമിലർലി ടു ഡാഷ് എന്ന് പറയുന്ന പോർട്ടിനെയാണ് ഔട്ട്പുട്ട് പോർട്ടായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഔട്ട്പുട്ട് പോർട്ട്. നമ്മൾ ഈ നെറ്റ്വർക്കിൽ കോമൺലി വരുന്നതെല്ലാം തന്നെയും ഈ പറയുന്ന ടു പോർട്ട് നെറ്റ്വർക്ക്സ് ആണ്. വൺ പോർട്ട് നെറ്റ്വർക്ക് അല്ല, ടു പോർട്ട് നെറ്റ്വർക്ക്സ് ആണ്. സോ നെക്സ്റ്റ് അതിൽ പറയേണ്ട ഒരു കാര്യം, ഈ പോർട്ട് വൺ ഡാഷിൻ്റെ കാര്യം പറഞ്ഞു. പോർട്ട് വൺ ഡാഷിൽ നമുക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, പോർട്ട് വൺ ഡാഷിൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻപുട്ട് പോർട്ട് എന്ന് വിളിച്ചു. സിമിലർലി ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ടു ഡാഷ് ആണെങ്കിൽ അതിന് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയും. ഇനി ഇത് അങ്ങനെ ഒരു കമ്പൽഷൻ ഇല്ല, എനിക്ക് ഇൻപുട്ട് ടു ഡാഷിൽ കൊടുത്ത് നമുക്ക് ഇൻപുട്ട് വൺ ഡാഷിലും നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആണ്. ഒരു ടു പോർട്ട് നെറ്റ്വർക്കിനെ റിലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ടു പോർട്ട് നെറ്റ്വർക്ക് ഒന്നുകൂടെ ഇങ്ങോട്ട് റീഡ്രോ ചെയ്യുകയാണ്. ടു പോർട്ട് നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു, ഇതിനെ ടു പോർട്ട് നെറ്റ്വർക്കായിട്ട് ബോക്സിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനെ രണ്ട് പോർട്ടുകളുണ്ടാവും. സോ ഈ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തത് ഫസ്റ്റ് പോർട്ടാണ്. അതിനെ ഞാൻ വൺ ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. വൺ ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. സിമിലർലി ഔട്ട്പുട്ട് പോർട്ടിനെ ടു ഡാഷ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യും.
1 ഡാഷിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ടാവും I1 ആയിട്ടും. സിമിലർലി 2 ഡാഷ് എന്ന് പറയുന്ന ടെർമിനലിൽ എൻ്റർ ചെയ്യുന്ന കറണ്ട് I2 ആയിട്ട് മാർക്ക് ചെയ്തു. V1 എന്ന് പറയുന്നത് ഫസ്റ്റ് പോർട്ടിൻ്റെ വോൾട്ടേജും സിമിലർലി V2 എന്ന് പറയുന്നത് സെക്കൻഡ് പോർട്ടിൻ്റെ വോൾട്ടേജും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് 2 പോർട്ട് ടെർമിനലിലാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു പോർട്ടാണെന്ന് ഓൾറെഡി പറഞ്ഞു, പോർട്ട് 1. സിമിലർലി ഇത് അടുത്ത പോർട്ട് 2 ആണ്, പോർട്ട് 1. സിമിലർലി ഇത് പോർട്ട് 2 ആണ്. ഇനി ഇപ്പം നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് ആണ്. ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് എന്താണ്? ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ടിലുള്ള എലമെന്റ്സിൽ മാത്രം റിലേറ്റ് ചെയ്ത് വരുന്ന ഫങ്ഷൻസിനെയാണ് ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് പോർട്ട് 1 ഡാഷ് ഞാനിപ്പോൾ എടുക്കുകയാണ്, പോർട്ട് 1 അല്ലെങ്കിൽ പോർട്ട് 1 എടുക്കുകയാണ്. പോർട്ട് 1 ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് എക്സാമ്പിൾ വഴി തന്നെ നോക്കാം. ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് Z11 of S equal to V1 of S by I1 of S. അതായത് ആ ഡ്രൈവിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു പോർട്ടിനകത്തുള്ള എലമെന്റ്സ് തമ്മിലുള്ള റിലേഷനെയാണ് ഡ്രൈവിംഗ് പോയിന്റ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്ന് റിലേറ്റ് ചെയ്യുന്നത്. അത് ഇമ്പിഡൻസ്, ഇവിടെ ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ഫംഗ്ഷൻ എടുക്കുന്നത്. ഇമ്പിഡൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് V/I ആണ്. ഇത് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് അറ്റ് പോർട്ട് 1 ഡാഷ് ആണ്. ഫസ്റ്റ് പോർട്ടിലെ വോൾട്ടേജും കറണ്ടും റിലേറ്റ് ചെയ്യുന്നതിനാണ് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ഫംഗ്ഷൻ അറ്റ് പോർട്ട് 1 ഡാഷ്. സിമിലർലി നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് അറ്റ് പോർട്ട് 2 ഡാഷ്. റൈറ്റ്, 2 ഡാഷ് ആകുമ്പോൾ സെക്കൻഡ് പോർട്ടിലുള്ളത് മാത്രമാണ്. ഇത് ഇവിടെ എടുത്ത ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട് എടുത്ത കണക്ക് നമുക്ക് ഔട്ട്പുട്ടിൻ്റെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ V2 of S by I2 of S ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ഫംഗ്ഷൻ അറ്റ് പോർട്ട് 2 ഡാഷ്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സുകളുണ്ട്. അതായത് കറസ്പോണ്ടിംഗ്ലി ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസിൻ്റെ ഇൻവേഴ്സ് ആണ് അഡ്മിറ്റൻസ് ആയിട്ട് വരുന്നത്. സോ അഡ്മിറ്റൻസിൻ്റെ ഫോമിൽ റിലേറ്റ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാണ് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ അറ്റ് പോർട്ട് 1 ഡാഷ്. സിമിലർലി ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ അറ്റ് പോർട്ട് 2 ഡാഷും ഉണ്ടാവും. അത് Y22 of S equal to I2 of S by V2 of S ആയിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോർട്ട്, ഒരു പർട്ടിക്കുലർ പോർട്ടിനകത്ത് തന്നെ ഉള്ള എലമെന്റ്സിന്റെ റേഷ്യോനെയാണ് ഡ്രൈവിംഗ് പോർട്ട് എന്ന് പറയുന്നത്. അത് V/I ആണെങ്കിൽ അഡ്മിറ്റൻസ് ആയിരിക്കും, I/V ആണെങ്കിൽ V/I ആണെങ്കിൽ ഇമ്പിഡൻസ് ആയിരിക്കും, V/I ആണെങ്കിൽ ഇമ്പിഡൻസ് ആയിരിക്കും, I/V ആണെങ്കിൽ അത് അഡ്മിറ്റൻസ് ആയിരിക്കും. ഇനി ഇതിന്റെ കൂടെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്ന വേറൊന്നാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോസിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. റൈറ്റ്, ഇപ്പോൾ പോർട്ട് 2 ഒരു എലമെന്റും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോർട്ട് 2 ഒരു എലമെന്റ്. റൈറ്റ്, പോർട്ട് 2 ഏതെങ്കിലും ഒരു എലമെന്റിന്റെ റേഷ്യോ ടു പോർട്ട് 1 എലമെന്റ് റേഷ്യോ, അതിനെയാണ് ആക്ച്വലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഇതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞത് ഒരു പോർട്ടിലുള്ള എലമെന്റ് മറ്റൊരു പോർട്ടിലുള്ള ഒരു എലമെന്റിന്റെ റേഷ്യോ ആണ്. ഇത് യൂഷ്വലി ഔട്ട്പുട്ട് പോർട്ട് ബൈ ഇൻപുട്ട് പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻപുട്ട് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് പോർട്ടിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് ഫസ്റ്റ് പോർട്ടായിരിക്കും. എനിവേ ഈ രണ്ട് ഡിഫറെൻറ്റ് പോർട്ടുകളുടെ എലമെന്റ്സിന്റെ റേഷ്യോ ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് വരുന്നത്. അത് കറസ്പോണ്ടിംഗ്ലി വോൾട്ടേജുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ ആവാം, കറണ്ടുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ ആവാം, ആ രീതിയിലാണ് വരുന്നത്. സോ ഇപ്പം ഈ പറഞ്ഞ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ടൈപ്പാണിത്, വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ. തേർഡ് വൺ എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ട്രാൻസ്ഫർ അഡ്മിറ്റൻസും ആണ്. സോ ഇതിൽ ആദ്യത്തെ 3 ഇപ്പോൾ ചെക്ക് ചെയ്യാം. വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിലുള്ള ഒരു എലമെന്റും അടുത്ത പോർട്ടിലുള്ള വേറൊരു എലമെന്റും തമ്മിലുള്ള റിലേഷനാണ്. ഇപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ട്രാൻസ്ഫർ റേഷ്യോ, ട്രാൻസ്ഫർ ചെയ്യുന്ന എലമെന്റ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് V2 of S by V1 of S. അതിനെയാണെങ്കിൽ നമ്മൾ എഴുതുന്ന ആ ട്രാൻസ്ഫർ റേഷ്യോ എഴുതുന്ന എക്സ്പ്രഷൻ ഇതാണ്, G21S equal to V2 of S by V1 of S ആയിട്ട്. റൈറ്റ്, സിമിലർലി നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാം. G12 of S ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് V1 of S by V2 of S. അതായത് വോൾട്ടേജ്, ഇൻപുട്ടിലെ വോൾട്ടേജ് ബൈ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് G12 of S ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ ആണ്. കറണ്ടുകളാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ ആവും.
നേരത്തെ പറഞ്ഞ കണക്കാണ്. കറന്റ് ട്രാൻസ്ഫർ റേഷ്യോ റിലേറ്റ് ചെയ്യുന്നത് ആൽഫയാണ്. വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ ഇപ്പോൾ ജി ആയിട്ട് റിലേറ്റ് ചെയ്തു. ട്രാൻസ്ഫർ ഇംപിഡൻസ് ആണെങ്കിൽ ഇസഡ് ആയിരിക്കും റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ റേഷ്യോ ആൽഫ 1 2 ഓഫ് എസ് എന്ന് പറയുമ്പോൾ I1 ഓഫ് എസ് ബൈ I2 ഓഫ് എസ് ആണ്. അവിടെ റിലേറ്റ് ചെയ്യുന്നത് ഇൻപുട്ടിലെ കറണ്ടും സിമിലർലി ഔട്ട്പുട്ടിലെ കറണ്ടും ആയിട്ടായിരിക്കും. കറണ്ടുകളുടെ റേഷ്യോ തമ്മിലാണ് വരുന്നത്. അത് ആൽഫ 1 2 ഓഫ് എസും ആകാം, സിമിലർലി ആൽഫ 2 1 ഓഫ് എസും ആകാം. നെക്സ്റ്റ് വൺ ഇംപിഡൻസ് ആണ്. ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇംപിഡൻസ് ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇസഡ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. അത് തന്നെ ഇഗെയിൻ രണ്ട് ഓപ്ഷൻസ് വരാം, V2 ബൈ I1 വരാം, സിമിലർലി V1 ബൈ I2 വരാം, V1 ബൈ I2 വരാം. അങ്ങനെ ഈ രണ്ട് റേഷ്യോസിന്റെ ട്രാൻസ്ഫേഴ്സിനെയാണ് ട്രാൻസ്ഫർ ഇംപിഡൻസ് എന്ന് പറയുന്നത്. V2 ബൈ I1 ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്നത് Z21 ആയിട്ടാണ്. റൈറ്റ്, Z21 ആയിട്ട് റിലേറ്റ് ചെയ്യും. സിമിലർലി V1 ബൈ I2 ആണെങ്കിൽ Z12 ആയിരിക്കും. അപ്പോൾ അത് ട്രാൻസ്ഫർ ഇംപിഡൻസ് ആണ്. അത് ഇൻപുട്ട് വോൾട്ടേജ് V1 ബൈ ഔട്ട്പുട്ടിലെ കറണ്ട് ആയിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്. എനിവേ അതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇംപിഡൻസ് ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോയ്ക്കും വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോയ്ക്കും യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെയിം എലമെന്റ്സിന്റെ റേഷ്യോ ആയിരിക്കും. സോ ഇനി ഇതിൽ ഫോർത്ത് വൺ ആണ്, അത് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. അഡ്മിറ്റൻസ് എന്ന് പറയുന്ന ലെറ്റർ Y ആണ്. എഗെയിൻ അവിടെ രണ്ട് ഓപ്ഷൻസ് വരാം, Y21 വരാം അല്ലെങ്കിൽ Y12 വരാം. Y21 എന്ന് പറയുന്നത് I2 ഓഫ് എസ് ബൈ V1 ഓഫ് എസ് ആണ്. I2 ഓഫ് എസ് ബൈ V1 ഓഫ് എസ് ആണ്. സിമിലർലി Y12 ഓഫ് എസ് ആണെങ്കിൽ I1 ഓഫ് എസ് ബൈ V2 ഓഫ് എസ് ആണ്. എഗെയിൻ ഇതിന്റെ റേഷ്യോ നോക്കാം, I ബൈ V കറസ്പോണ്ട്സ് ടു അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ 4 ട്രാൻസ്ഫർ റേഷ്യോസ് ഉണ്ട്. കറന്റ് ട്രാൻസ്ഫർ ഉണ്ട്, വോൾട്ടേജ് ട്രാൻസ്ഫർ ഉണ്ട്, അഡ്മിറ്റൻസ് ട്രാൻസ്ഫർ ചെയ്യാം, സിമിലർലി ഇംപിഡൻസും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ ഇംപിഡൻസ് വരാം, ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് വരാം, സിമിലർലി കറന്റ് ട്രാൻസ്ഫർ വരാം, സിമിലർലി വോൾട്ടേജ് ട്രാൻസ്ഫറും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പോൾസ് ആൻഡ് സീറോസ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് കണക്കുള്ള പേപ്പേഴ്സിലും പല പേപ്പേഴ്സിലും കൺട്രോൾ സിസ്റ്റം കണക്കുള്ള പേപ്പേഴ്സിലും എല്ലാം തന്നെ വന്നു പോകുന്നതാണ് പോൾസ് ആൻഡ് സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ 2 പോർട്ട് നെറ്റ്വർക്ക്സ് എല്ലാം തന്നെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പോൾസ് ആൻഡ് സീറോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സർക്യൂട്ട് എടുത്തു, RC, അത് കണക്ക് RC, അത് കണക്ക് L, സിമിലർലി ഇത് കണക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക. ഈ സർക്യൂട്ടിനെ ഇത് കണക്ക് ഒരു സർക്യൂട്ടിനെ എനിക്കൊരു 2 പോർട്ട് നെറ്റ്വർക്കിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഒരു 2 പോർട്ട് നെറ്റ്വർക്ക്, അതാണ് ഈ 2 പോർട്ട് നെറ്റ്വർക്ക് എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു 2 പോർട്ട് നെറ്റ്വർക്കിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് കണക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സർക്യൂട്ടിനെ ജസ്റ്റ് ഈ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ 2 പോർട്ട് നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് ഫങ്ഷൻസ് ആണ് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തത്. എക്സൈറ്റേഷനും റെസ്പോൺസുകളും അല്ലെങ്കിൽ റെസ്പോൺസ് എക്സൈറ്റേഷനും തമ്മിലുള്ള റിലേഷനെയാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഒരു 2 പോർട്ട് നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് ഫംഗ്ഷൻ, ഇതിനെ എനിക്ക് നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ വാല്യൂസ് എനിക്ക് ഇത് കണക്ക് കിട്ടി. ആ നെറ്റ്വർക്ക് ഫംഗ്ഷൻ എടുക്കുമ്പോൾ S+3 ബൈ S+2 ഇൻറ്റു S+1 എന്ന് ഒബ്റ്റെയിൻ ചെയ്തതായിട്ട് അസ്യൂം ചെയ്യും. അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തതെന്ന് അസ്യൂം ചെയ്യാം. ഇതിൽ എസ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ കാണുന്ന e⁻⁻ എസ് തന്നെയാണ്. അതിനെയാണ് കോംപ്ലക്സ് ഫ്രീക്വൻസി എന്ന് മെൻഷൻ ചെയ്തത്. ഇതിന്റെ ന്യൂമറേറ്റർ പാർട്ട് ഇക്വേറ്റഡ് ടു 0 ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് സീറോസ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇതിനെയാണ് സീറോസ് എന്ന് നോക്കിയിരിക്കുന്നത്. സിമിലർലി ഇതിന്റെ ഡിനോമിനേറ്റർ പാർട്ട് ഇക്വേറ്റഡ് ടു 0 ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് പോൾസ് ആയിട്ടും മാർക്ക് ചെയ്യുന്നത്. റൈറ്റ്, അപ്പം ഇതിനെ 0 പോൾസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് ഇക്വേറ്റഡ് ടു 0 ചെയ്യുക. 0 ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് പോൾസ്. അതായത് ഈ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ സീറോസ് എന്ന് പറയുന്നത് S=-3 സിമിലർലി ഇതിന്റെ പോൾസ് സീറോസ് അറ്റ് S=-3 ആണ്. സിമിലർലി ഇതിന്റെ പോൾസ് നമ്മൾ നോക്കുമ്പോൾ S=-2 ആൻഡ് S=-1 ഈ പോൾസ് ഇല്ലായി ചെയ്യും. റൈറ്റ്, അപ്പൊ ഇതിന്റെ സീറോ ഒരു സീറോയേ ഉള്ളൂ, അത് -3ലും മറ്റൊരെണ്ണം പോൾസ് -2ലും -1ലുമാണ് വരുന്നത്. ഇനി സീറോനെ റിലേറ്റ് ചെയ്യുന്ന സിമ്പൽ സീറോ തന്നെയാണ്. പോളിനെ റിലേറ്റ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്, ക്രോസ്. ഈ ക്രോസ് യൂസ് ചെയ്താണ് സീറോനെയും പോളിനെയും റിലേറ്റ് ചെയ്യുന്നത്. സീറോ. ഇനി ഈ സീറോസും പോൾസും ലൈ ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ട്.
അതാണ് കോംപ്ലക്സ് ഫ്രീക്വൻസി പ്ലെയിൻ. അതിനെ തന്നെയാണ് എസ് പ്ലെയിൻ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. എസ് പ്ലെയിൻ. ഇനി അതിൻ്റെ ആക്സിസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആക്സിസിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ആക്സിസ് സിഗ്മ, ഈ ആക്സിസ് ജെ ഒമേഗ, റൈറ്റ്. സിഗ്മ ജെ ഒമേഗ എന്ന് പറയുന്ന രണ്ട് ആക്സിസ് ആണുള്ളത്. ഇത് വേറൊന്നുമല്ല, ആ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ കിട്ടിയ e⁻⁻st ഇല്ല, എസ് എന്ന് പറയുന്നതിനകത്ത് രണ്ട് ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു. സിഗ്മയും ഉണ്ട്, ജെ ഒമേഗയും ഉണ്ട്. അതിൽ സിഗ്മ ടേം ആണ് ഇതിൻ്റെ റിയൽ ആക്സിസിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ജെ ഒമേഗ ടേം ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ്ങിലി ഇമാജിനറി ആക്സിസിലും പോയിരിക്കുന്നു. ഇമാജിനറി ആക്സിസിലും നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. സോ ഇനി ഇതിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുള്ള, ചില പ്രോബ്ലം ചില നെറ്റ്വർക്ക് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റും കൂടെ വരും. ഇപ്പോൾ 50 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റും കൂടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ 50 എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെയാണ് സ്കെയിൽ ഫാക്ടർ ആയിട്ട് ഡെമോട്ട് ചെയ്യുന്നത്. സ്കെയിലിംഗ് ഫാക്ടർ അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. റൈറ്റ്. അപ്പോൾ പോൾസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, സീറോസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നെറ്റ്വർക്ക് ഫംഗ്ഷൻ എടുക്കുക, ന്യൂമറേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്തപ്പോൾ കിട്ടിയതാണ് സീറോസ്. സിമിലർലി ഡിനോമിനേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് പോൾസ് എന്നും പറയുന്നത്. ഇനി ഈ ടെർമിനോളജി എങ്ങനെ വന്നു എന്നുള്ള കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ 0 വേറൊന്നുമല്ല, ഇക്വൽ ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് സീറോസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ഫംഗ്ഷനെ ആക്ച്വലി നെറ്റ്വർക്ക് ഫംഗ്ഷനെ 0 ആക്കുന്ന വാല്യൂ ആണ്, നെറ്റ്വർക്ക് ഫംഗ്ഷനെ 0 ആക്കുന്ന വാല്യൂ ആണ് സീറോസ്. റൈറ്റ്. ഇനി ഈ പോളിൽ എന്ത് നടക്കും എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാം. എസ് ഇക്വൽ ടു -2 ഇതിൻ്റെ പോളാണെന്ന് പറഞ്ഞു. അപ്പം എസിന് -2 ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ -2 + 2 is 0 ഇൻറ്റു സം വാല്യൂ. അഗെയിൻ ഇവിടെ 0 എന്ന് പറയാം. ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമത്തിൽ റീച്ച് ചെയ്യും. റൈറ്റ്. ആ നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമൈസ്ഡ് ആകും. 0 മാക്സിമം അല്ലെങ്കിൽ ഇൻഫിനിറ്റി തന്നെ അറ്റൈൻ ചെയ്യും. ആ മാക്സിമം ആക്കുന്നതിനെയാണ് ആക്ച്വലി പോളായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇതിനെ പോളെന്ന് വിളിച്ചു എന്ന് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഇതിൻ്റെ ഈ രീതിയിൽ ഈ കൺസെപ്റ്റ്സ് വരുന്ന സമയങ്ങളിൽ പലപ്പോഴും ടെൻ്റ് ആയിരുന്നു കോമൺ ആയിട്ടുണ്ടായിരുന്ന. ടെൻറ്റിൻ്റെ ഷേപ്പ് ഇതുപോലെ വന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം 0 നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് ആ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ സീറോസ് എന്ന് വിളിച്ചു. ഈ ടെൻറ്റിനെ ഹോൾഡ് ചെയ്യുന്നത് പോൾസ് ആണ്. റൈറ്റ്. ടെൻറ്റിനെ ഹോൾഡ് ചെയ്യുന്ന പോൾസ് ആണ്, അല്ലെങ്കിൽ ടെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ റീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് പോൾസ് ആണ്. ആ ടെൻറ്റിൻ്റെ ഷേപ്പിൽ മാക്സിമം എത്തിക്കുന്നത് പോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പോൾ എന്ന് പറയുന്ന മീനിങ് തന്നെയാണ് ഈ പോൾസിലേക്കും കൊണ്ട് വരുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, n(s). റൈറ്റ്. n(s) എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സീറോസും പോൾസും എവിടെയൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സിമിലർലി അതിൻ്റെ ലൊക്കേഷൻസും ആണ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ന്യൂമറേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് സീറോസ് എന്ന് പറഞ്ഞു. സോ s ഇക്വൽ ടു s+1 ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു 0 ചെയ്യുക. അപ്പോൾ s ഇക്വൽ ടു -1, അഗെയിൻ s ഇക്വൽ ടു -1. രണ്ട് സീറോസ് s ഇക്വൽ ടു -1ലുണ്ട്. ഈ ന്യൂമറേറ്റർ പാർട്ടിൽ s+1 ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു 0 ചെയ്യുക. സോ s ഇക്വൽ ടു -1 രണ്ട് 0 വന്നു. അഗെയിൻ അടുത്ത 0 വരുന്നത് ഈ ഫാക്ടർ s+5 എന്ന് പറയുന്ന ഫാക്ടർ ഇക്വൽ ടു 0 ചെയ്യുക. അപ്പോൾ s ഇക്വൽ ടു -5 വന്നു. സോ ടോട്ടൽ 3 സീറോസ് ഉണ്ട്. ഇനി സിമിലർലി പോൾസിൻ്റെ കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പോൾസ് ഡിനോമിനേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്യുക. അപ്പോൾ s ഇക്വൽ ടു -2 ഒരു പോൾ വന്നു. സിമിലർലി s ഇക്വൽ ടു -3 ± j2 അടുത്ത പെയർ ഓഫ് പോൾസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. ഇനി ഇത് എങ്ങനെ പ്ലോട്ട് ചെയ്തു എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. സോ s ഇക്വൽ ടു -1. ആ s ഇക്വൽ ടു -1ലും s ഇക്വൽ ടു -1ലും രണ്ട് സീറോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഒരു സീറോയിനെ ഈ രീതിയിൽ റിലേറ്റ് ചെയ്യും. പിന്നെ അതിനെ വീണ്ടും ഒന്നുകൂടെ വന്നുകൊണ്ട് രണ്ട് സീറോ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. റൈറ്റ്. s ഇക്വൽ ടു -1ൽ രണ്ട് സീറോ വന്നു. ഇനി അടുത്ത സീറോ ലൈ ചെയ്യുന്നത് s ഇക്വൽ ടു -5. ഈ s എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കേസാണ്. s പ്ലെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കോംപ്ലക്സ് ഫ്രീക്വൻസി പ്ലെയിൻ ആണെന്ന് പറഞ്ഞു. അതിന് രണ്ട് ആക്സിസുകൾ, ഒന്ന് റിയൽ ആക്സിസ് ആണ്, ഇത് റിയൽ ആക്സിസ് ആണ്. സിമിലർലി മറ്റത് ഇമാജിനറി ആക്സിസ് ആണ്, ഇത് ഇമാജിനറി ആക്സിസ് ആണ്. റൈറ്റ്. ആ ആക്സിസിലാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്.
അപ്പോൾ എസ് ഈക്വൽ ടു -1 രണ്ട് സീറോസ് ഇവിടെ ഉണ്ട്. സിമിലർലി എസ് ഈക്വൽ ടു -5 സീറോ ഇവിടെയും ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പോൾസ് ആണ്. എസ് ഈക്വൽ ടു -2 പോളാണ് ഈ വന്നിരിക്കുന്നത്. റൈറ്റ്, എസ് ഈക്വൽ ടു -2. ഇനി എസ് ഈക്വൽ ടു -3 ± J2 അതിൻ്റെ പോൾസ് ആണ് ഇവിടെ ഒരെണ്ണം വന്നു. സിമിലർലി ഇത് വന്നു. അതായത് എസ് ഈക്വൽ ടു -3 + J2 -3 - J2 ആയിട്ടാണ് രണ്ട് പോൾസ് ലൈ ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന പേയേഴ്സിനെയാണ് മാത്സിൽ നമുക്കറിയാം. മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോംപ്ലക്സ് കോൺജുഗേറ്റ് പേയേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അത് എപ്പോഴും കോൺജുഗേറ്റ് പേയേഴ്സ് ആയിട്ടേ വരത്തുള്ളൂ. ഒരിക്കലും -3 + J2 എന്ന് പറഞ്ഞ് മാത്രം ഒരു പോള് വരത്തില്ല. -3 ± J സംതിങ് എന്ന് പറഞ്ഞേ വരത്തുള്ളൂ. ഈ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ആയിട്ട് മാത്രമേ ഇത് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലെ വേറൊരു രസകരമായ കാര്യം ഇതിൽ നോട്ട് ചെയ്യേണ്ടത്, ഈ പോൾസും സീറോസും എല്ലാം ലൈ ചെയ്യുന്നത് ഈ ഹാഫിലാണ്. റൈറ്റ്, ഈ ഹാഫിൽ മാത്രമാണ് ഇത് ലൈ ചെയ്യുന്നത്. ഈ ഹാഫിനെയാണ് ഈ പ്ലെയിനിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ പോൾസ് കംപ്ലീറ്റ്ലി, പ്രത്യേകം ശ്രദ്ധിക്കുക, പോൾസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിൽ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സിസ്റ്റം സ്റ്റേബിൾ ആകത്തുള്ളൂ. പോൾസ് മസ്റ്റ് ബി ഇൻ LHS ഫോർ സ്റ്റെബിലിറ്റി. സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോൾസും ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിൽ ലൈ ചെയ്യണം. റൈറ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിലാണ് പോൾസ് ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആവും. റൈറ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിലാണെങ്കിൽ അത് കറസ്പോണ്ടിംഗ്ലി അൺസ്റ്റേബിൾ ആയിട്ട് മാറും. റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ അൺസ്റ്റേബിൾ ആവും. അപ്പോൾ ഈ പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് എല്ലാം തന്നെയും സ്റ്റേബിൾ സിസ്റ്റംസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സ്റ്റേബിൾ സിസ്റ്റം എടുത്തതുകൊണ്ടാണ് ഇത് കറസ്പോണ്ടിംഗ്ലി പോൾസും സീറോസും എല്ലാം തന്നെ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിൽ ലൈ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഒരു പോള് നെഗറ്റീവ് റിയൽ ആക്സിസ് ആണിത്, നെഗറ്റീവ് റിയൽ ആക്സിസിലാണ് ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ഈ മാർക്ക് ചെയ്യുന്നതാണ് e⁻k⁻e⁻−AT ഫോമിലായിരിക്കും വരുന്നത്. അതായത് നമ്മൾ നേരത്തെ തന്നെ RL ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചുകൊണ്ടുള്ളത് നമ്മൾ 1/s+2 1/s+3 എല്ലാം കണ്ടു. ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് e⁻⁻²t. അതിന് കാരണം എന്ന് പറയുന്നത് പോള് ലൈ ചെയ്യുന്നത് നെഗറ്റീവ് റിയൽ ആക്സിസിലാണ്. ഇനി സിമിലർലി പോള് ഈ ഒരു പോർഷനിലാണ് ലൈ ചെയ്തിരുന്നെങ്കിൽ പോസിറ്റീവ് റിയൽ ആക്സിസിലാണെങ്കിൽ 1/s−2 എന്ന് വന്നതിനെ ഇതിൻ്റെ റെസ്പോൺസ് എടുക്കുമ്പോൾ e⁻+2t നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉള്ളത്, പോൾസ് jω ആക്സിസിലാണെങ്കിലും അത് കോൺജുഗേറ്റ് പേയേഴ്സ് ആയിട്ടേ വരത്തുള്ളൂ. ഇപ്പോൾ അസ്യൂം +3j ആണെങ്കിൽ ഇവിടെ -3jയിൽ വരും. ഇങ്ങനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിനുസോയിഡൽ അല്ലെങ്കിൽ കോ സിനുസോയിഡൽ റെസ്പോൺസ് ആയി, സിനുസോയിഡൽ ഓർ കോ സിനുസോയിഡൽ റെസ്പോൺസ് ആയി. അഗെയിൻ ഇനി അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ വേറൊന്നുമല്ല, സിനുസോയിഡൽ ആണോ കോസിനുസോയിഡൽ ആണോ എന്നുള്ളത് സീറോവിനെയും കൂടെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ്. കോസൈൻ വേവിനാണെങ്കിൽ അതിനൊരു സീറോ ഫംഗ്ഷനും കൂടെ കാണും. പോൾ സിനുസോയിഡലിനാണെങ്കിൽ സീറോ ഫംഗ്ഷൻ കാണത്തില്ല, പോൾ ഫംഗ്ഷൻ മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിയൽ ആക്സിസ് ഓഫ് ദി എസ് പ്ലെയിനിൽ ലൈ ചെയ്തു. സിമിലർലി സിനുസോയിഡൽ അല്ലെങ്കിൽ കോസിനുസോയിഡൽ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ jω ആക്സിസിൽ ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സിനുസോയിഡൽ അല്ലെങ്കിൽ കോസിനുസോയിഡൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പോളും ടൈം കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള റിലേഷനാണ് ഞാൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത്. പോൾ ആൻഡ് ടൈം കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള റിലേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനൊരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എടുക്കുക. ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂം 1/s+2. ഇതിനെ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഒറ്റ എനർജി സ്റ്റോറേജ് എലമെൻറ്റേ കാണത്തുള്ളൂ. എനർജി സ്റ്റോറേജ് എലമെൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്ററോ ഇൻഡക്ടറോ മാത്രമാണ് എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ആയിട്ട് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ വരുന്നത്. കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ ആണ്. അപ്പോൾ ഇതിൽ എസിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. റൈറ്റ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സിമിലർലി നെക്സ്റ്റ് ഇതിപ്പോൾ 1/ അല്ലെങ്കിൽ s⁻² എന്നായിരുന്നെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആയിരുന്നു. സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സോ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റമാണ്. ഈ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് ഞാൻ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് അപ്ലൈ ചെയ്യാം, സ്റ്റെപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. റൈറ്റ്, അതായത് കണക്ക് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻ ഞാൻ അപ്ലൈ ചെയ്യാം, u(t).
അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് ഞാൻ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ റെസ്പോൺസ് ട്രേസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് സഡൻലി ഇങ്ങനെ റൈസ് ചെയ്ത് വരത്തില്ല. അത് സം ടൈമിന് ശേഷം, ഇവിടെ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് തന്നെ ഇതാണ് പെർഫെക്റ്റ് സ്റ്റെപ്പ് വരുന്ന ഒരു ഫംഗ്ഷൻ, സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരുന്നു, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ബട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഒരിക്കലും സഡൻലി റൈസ് ആവുന്നില്ല, അത് വളരെ പതുക്കെ മാത്രമേ റൈസ് ചെയ്ത് പോകുന്നുള്ളൂ. സോ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഫിഗറിൽ അത് തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ റീച്ച് ചെയ്യാൻ കുറേ ടൈമിന് ശേഷമാണ് ഇത് റീച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്യുന്നതിനെയാണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്ന് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇനിഷ്യലി ഇത് ഇനിഷ്യലി അത് റെസ്റ്റിലായിരുന്നു, ഇനിഷ്യലി നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ 37% ഇനിഷ്യൽ കണ്ടീഷനിൽ നിന്ന് 37% മാറി വരുന്ന ടൈമാണ് കറസ്പോണ്ടിങ്ലി ടൈം കോൺസ്റ്റന്റ് ആയിട്ട് പറയുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ ഫൈനൽ വാല്യൂവിനെ റിലേറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റി ഈ 1 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ 63% ഓഫ് ദി ഫൈനൽ വാല്യൂ അറ്റൈൻ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം കോൺസ്റ്റന്റ്, റൈറ്റ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 63% ഓഫ് ദി ഫൈനൽ വാല്യൂ അറ്റൈൻ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം കോൺസ്റ്റന്റ്. ഇവിടെ അറ്റൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് വെച്ചാൽ യൂണിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 63% ഈ 0.63, ഇപ്പോൾ ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ 0ൽ നിന്ന് 0.63 റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് 1 ടൈം കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ടൈം കോൺസ്റ്റന്റ് എപ്പോഴും പോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇത് പോളിന്റെ ലൊക്കേഷനാണ്, റൈറ്റ്? ഇത് പോളിന്റെ ലൊക്കേഷനാണ്. അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ ആക്ച്വലി 1/s+a എന്നാണ് വരുന്നത്, റൈറ്റ്? അപ്പൊ ഈ ടൈം കോൺസ്റ്റന്റ് എടുത്തിരിക്കുന്ന ടൈം കോൺസ്റ്റന്റ് അറ്റൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് പോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1/s+2 എന്ന് പറയുന്ന കേസാണ് നമ്മൾ നോക്കിയപ്പോൾ, അതിലാണെങ്കിൽ ഇവിടെ 1/2 ആയിരിക്കും. അപ്പൊ പോളിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 2 ആണ്. പോൾ ലൊക്കേഷൻ എന്ന് പറയുന്ന 2 ആണ്. അപ്പം അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്, ഇൻവേഴ്സ് ഓഫ് ദ പോൾ ലൊക്കേഷൻ, അത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ആണ് ഈ പറയുന്നത്. ഇൻവേഴ്സ് ഓഫ് ദി പോൾ ലൊക്കേഷൻ കറസ്പോണ്ട്സ് ടു ടൈം കോൺസ്റ്റന്റ്, ഇത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിനാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പോളിന്റെ ലൊക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ പോളിന്റെ സിഗ്നിഫിക്കൻസും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. പോളിന്റെ ലൊക്കേഷൻ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുമ്പം അത് ടൈം കോൺസ്റ്റന്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം s=-2 ഒരു പോൾ ഉണ്ടെന്ന് പറയുമ്പം അതിന്റെ ടൈം കോൺസ്റ്റന്റ് ആക്ച്വലി വരുന്നത് 1/2 ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ടൈം കോൺസ്റ്റന്റ് വരുന്നത്. ഇനിഷ്യൽ സ്ലോപ്പ്, ആ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ പോളുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നു. ഇനി വേറൊരു കേസ്, ആ പോളിന്റെ ലൊക്കേഷൻ നമുക്ക് വേറൊരു കളർ എടുത്ത് ചെക്ക് ചെയ്യാം. പോളിന്റെ ലൊക്കേഷൻ ഫാർ അവേ, ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിൽ ഫാർ അവേ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് വരുന്നുണ്ടെങ്കിൽ സിസ്റ്റം സഡൻലി റിയാക്ട്സ്. അതായത് ട്രാൻസിയന്റ് ടൈം വളരെ കുറവായിരിക്കും, അതിന്റെ റെസ്പോൺസ് ഇങ്ങനെ ഇരിക്കും. ഇനി വേറൊരു കേസും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അടുത്ത കേസിൽ പോളിന്റെ ലൊക്കേഷൻ ഈ j⍵ ആക്സിസിന്റെ നിയർ ബൈ ആണ്. അപ്പോൾ സ്ലോലി റിയാക്ട്സ്. അപ്പോൾ അതിന്റെ റെസ്പോൺസ് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ വന്നു സ്ലോലി ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഇതാണെങ്കിലോ സഡൻലി റിയാക്ട്. അതായത് പോളിന്റെ ലൊക്കേഷൻ ഫാർ അവേ, അതായത് -∞ അടുത്തോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ, സഡൻലി അത് റിയാക്ട് ചെയ്യും. സിമിലർലി പോളിന്റെ ലൊക്കേഷൻ j⍵ ആക്സിസിന്റെ അടുത്തായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അത് പതുക്കെ മാത്രമേ അത് റിയാക്ട് ചെയ്ത് പോകത്തുള്ളൂ. നെക്സ്റ്റ്, നെസസറി കണ്ടീഷൻസ് ഫോർ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ ആവേണ്ട നെസസറി കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് തന്നിരിക്കുന്നത്. ആൾമോസ്റ്റ് 6 പോയിന്റ്സോളം ഉണ്ട്. സോ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. First one, the coefficients in the polynomial P of s and Q of s of the network function must be real and positive. അതായത് ഞാൻ P of s എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ ന്യൂമറേറ്റർ പാർട്ടാണ്, അതിനെ ഞാൻ s+2 ആയിട്ടും ഡിനോമിനേറ്റർ പാർട്ടിനെ s² + 4s + 5 ആയിട്ടും റിലേറ്റ് ചെയ്യും. ഇത് നെറ്റ്വർക്ക് ഫംഗ്ഷൻ ആണ് n of s, റൈറ്റ്? ഇനി അതിനെ ഫാക്ടറൈസ് ചെയ്യാണ്. s+2 by നമുക്ക് ഇത് s+5s ആക്കാം, s+5s + 4 ആക്കാം, റൈറ്റ്? s² + 5s + 4 ആക്കാം, s² + 5s + 4. സോ അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ s+4 ×
എസ് പ്ലസ് 1. സിംപ്ലിഫിക്കേഷന് വേണ്ടി ഞാനത് മാറ്റിയെന്നേ ഉള്ളൂ. സോ ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കോയിഫിഷ്യൻ്റ്, ഇത് ഈ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഇതിൻ്റെ കോയിഫിഷ്യൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ഫംഗ്ഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് പോസിറ്റീവ്. ഇതിൻ്റെ കോയിഫിഷ്യൻസ് പി ഓഫ് എസിൻ്റെ എടുത്താലും ന്യൂമറേറ്റർ പാർട്ടിൻ്റെ എടുത്താലും ഡിനോമിനേറ്റർ പാർട്ടിൻ്റെ എടുത്താലും കോയിഫിഷ്യൻസ് എപ്പോഴും റിയലും പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഇവിടെ നെഗറ്റീവ് സൈൻ വരാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ ഈ കോയിഫിഷ്യൻസ് എപ്പോഴും റിയലും കൂടെ ആയിരിക്കണം, റിയൽ ആൻഡ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഓർ ഇമാജിനറി പോൾസ് ആൻഡ് സീറോസ് മസ്റ്റ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ, കോംപ്ലക്സ് ഓർ ഇമാജിനറി പോൾസ് ആൻഡ് സീറോസ് വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പെയേഴ്സ് ആയിട്ട് മാത്രമേ വരാവൂ. റൈറ്റ്, നേരത്തെ തന്നെ എക്സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ -2 + 3j ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ -2 - 3j ആണ്. അതായത് നമുക്ക് പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിൽ എപ്പോഴും കോംപ്ലക്സ് നമ്പേഴ്സ് കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടേ വരത്തുള്ളൂ. കോംപ്ലക്സ് നമ്പേഴ്സ് ഓൾവേസ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ്. കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അത് നമുക്ക് പ്രാക്ടിക്കലി റിയലൈസബിൾ ആണെങ്കിൽ അത് എപ്പോഴും കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടേ വരത്തുള്ളൂ. അതാണ് ഈ മാർക്ക് ചെയ്യുന്നത്. കോംപ്ലക്സ് ഓർ ഇമാജിനറി പോൾസ് ആൻഡ് സീറോസ് മസ്റ്റ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ട് വരത്തുള്ളൂ. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ദ റിയൽ പാർട്സ് ഓഫ് ഓൾ പോൾസ് ആൻഡ് സീറോസ് മസ്റ്റ് ബി 0 ഓർ നെഗറ്റീവ്. പോളുകളുടെ അല്ലെങ്കിൽ സീറോയുടെ റിയൽ പാർട്ടുകൾ എപ്പോഴും കറസ്പോണ്ടിംഗ്ലി 0 ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. റൈറ്റ്. സോ അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൾ നമ്മൾ എടുക്കുകയാണ് S = ഇവിടുത്തെ പോൾസ് എടുക്കുമ്പോൾ S = -4 ആൻഡ് S = -1. റൈറ്റ്. അപ്പോൾ ഈ കേസ് എടുക്കുമ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് പോളുകളെല്ലാം തന്നെയും ഇവിടെ നെഗറ്റീവാണ്. നെഗറ്റീവ് അല്ലെങ്കിൽ അത് മാക്സിമം 0 വരെ വരാം. ഇനി 0-ലാണ് ഒരു പോള് വരുന്നതെങ്കിൽ അത് എപ്പോഴും സിമ്പിൾ പോൾ ആയിരിക്കണം. സിമ്പിൾ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആകുക എന്ന് പറയുമ്പോൾ S = 0 എന്ന് പറയുമ്പോൾ പോള് ഇവിടെ ലൈ ചെയ്യുക. റൈറ്റ്. ഇങ്ങനെ ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് S = 0-ൽ സിംഗിൾ പോളേ വരാവും. ഇതിൻ്റെ പുറത്ത് ഇനി വീണ്ടും ഒരു പോളും കൂടെ വരാൻ പാടില്ല ഒരേ ലൊക്കേഷനിൽ. അല്ലെങ്കിൽ ഇപ്പോൾ J⍵ ആക്സിസിൽ ഇവിടെ +J3-ൽ ഒരു പോൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടേ വരാവൂ. ഇങ്ങനെ വരാം, ഇങ്ങനെ വരുന്നതിന് ഇഷ്യൂ ഇല്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ പോൾ ആയിരിക്കണം, മസ്റ്റ് ബി സിമ്പിൾ ആയിരിക്കണം. അതായത് ഇനി വീണ്ടും ഇതേ ലൊക്കേഷനിൽ ഒരു പോള് വരാൻ പാടില്ല. +J3-ൽ തന്നെ 2 പോള് വരാൻ പാടില്ല. സിമിലർലി -J3-ലാണെങ്കിലും 2 പോളായിട്ട് വരാൻ പാടില്ല എന്നുള്ള കാര്യമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് പോളിനോമിയൽസ് P(s) ആൻഡ് Q(s). ഈ ന്യൂമറേറ്റർ പോളിനോമിയൽ എടുത്താലും ഡിനോമിനേറ്റർ പോളിനോമിയൽ എടുത്താലും ഒരിക്കലും ഹയസ്റ്റ് ഡിഗ്രി മുതൽ ലോവസ്റ്റ് ഡിഗ്രി വരെ വരുന്നിടങ്ങളിൽ ഒരു ടേമും മിസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഈ ഡിനോമിനേറ്ററിലെ പോർഷൻ എടുക്കുമ്പോൾ S⁻² ഉണ്ട്, S⁻1 ഉണ്ട്, S⁻0 ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ S⁻1 മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം കറസ്പോണ്ടിങ്ങിലി അൺസ്റ്റേബിൾ ആയി, നമുക്ക് റിയലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. സിമിലർലി ന്യൂമറേറ്റർ പാർട്ടിലാണെങ്കിലും ഒരു മിസ്സിംഗ് ടൈമും വരാൻ പാടില്ല. ഹയസ്റ്റ് പവർ ഓഫ് S-ൽ എന്താണോ അതിൽ നിന്ന് തുടങ്ങിയാൽ അത് കൺസിക്യൂട്ടീവ്ലി ബാലൻസ് ഉള്ള ടേംസും വേണം, അതില്ലാതെ പോകാൻ പാടില്ല. ഇനി അതിനൊരു എക്സെപ്ഷൻ ഇവർ തരുന്നുണ്ട്. എക്സെപ്ഷൻ തരുന്നെന്ന് പറയുന്നത് ഒന്നുകിൽ കംപ്ലീറ്റ് ഈവൻ ടേംസിന് മിസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓഡ് ടേംസിന് മിസ് ചെയ്യാനുള്ള പ്രൊവിഷൻ. റൈറ്റ്. അപ്പോൾ S⁻5-ൽ നിന്ന് തുടങ്ങുകയാണ്. S⁻5 + S³ + S⁻1 ഈ രീതിയിൽ വരുന്നതിന് ഒരു ഇഷ്യൂ ഇല്ല. റൈറ്റ്. കാരണം ഇവിടെ ഈവൻ ടൈംസ് S⁻4 ഇല്ല, S² ഇല്ല, S⁻0 ഇല്ല. അപ്പോൾ ഈവൻ ടൈംസ് മിസ് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നുണ്ട്. ഇങ്ങനത്തുള്ള കേസാണ് 4-ൽ പറയുന്നത്. സിമിലർലി നെക്സ്റ്റ് വൺ, ദ ഡിഗ്രി ഓഫ്, ഇത് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ്റെ വേറൊരു ഫീച്ചറാണ്. ദ ഡിഗ്രി ഓഫ് P(s) ആൻഡ് Q(s) മേ ഡിഫർ ബൈ 0 or 1 ഓൺലി. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിൽ മാത്രമേ ഡിഫർ ചെയ്യാവൂ. മാക്സിമം ഒരു ഡിഗ്രിയിൽ ഡിഫർ ചെയ്യാതിരിക്കുക ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷനിലാണെങ്കിൽ. അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 ഡിഗ്രിയിലും 1 ഡിഗ്രിയിൽ മാത്രമേ ഡിഫർ ചെയ്യാവൂ. ഒന്നുകിൽ 0, ഒന്നും ഡിഫറൻസ് വരാൻ പാടില്ല, രണ്ടും സെയിം ഡിഗ്രിയിലായിരിക്കണം, അല്ലെങ്കിൽ 1 ഡിഗ്രി അലോ ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ, 6th പോയിന്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ഡിഗ്രി ഇൻ P(s) ആൻഡ് Q(s) മേ ഡിഫർ ഇൻ ഡിഗ്രി ബൈ അറ്റ് ദ മോസ്റ്റ് 1. ലോവസ്റ്റ് ഡിഗ്രി, ഇതിൻ്റെ ലോവസ്റ്റ് ഡിഗ്രി S⁻0 ആണ്. അപ്പോൾ S⁻0 ഇതിൻ്റെ ലോവസ്റ്റ് ഡിഗ്രിയാണ്.
അപ്പോൾ അങ്ങനെ ഡിഗ്രിയുടെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്ന ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒരു ഡിഗ്രിയുടെ ഡിഫറൻസ് മാത്രമേ വരാവൂ എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു നെസസറി കണ്ടീഷൻസ് ഫോർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആവാനുള്ള നെസസറി കണ്ടീഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ അത് ഓർമ്മ കാണും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പോർട്ടിൻ്റെ ഒരു എലമെൻറ്റോ അടുത്ത നെക്സ്റ്റ് പോർട്ടിൻ്റെ മറ്റൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സെയിം ടൈപ്പ് ഓഫ് എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാരാമീറ്ററിനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ഫംഗ്ഷൻ അസ്യൂമിങ് സീറോ ഇനിഷ്യൽ കണ്ടീഷൻസിനെയാണ് യൂഷ്വലി ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്റർ പാർട്ടിനെ പി ഓഫ് എസ്, ഡിനോമിനേറ്റർ പാർട്ടിന് നേരത്തെ കണക്ക് ക്യൂ ഓഫ് എസുമായിട്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എപ്പോഴും പി ഓഫ് എസിൻ്റെ ആണെങ്കിലും ക്യൂ ഓഫ് എസിൻ്റെ ആണെങ്കിലും കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. +2 +1 ആൻഡ് റിമെയിൻ എല്ലാം തന്നെയും പോസിറ്റീവ് ആയിരിക്കും. ദ കോഎഫിഷ്യൻസ് ഇൻ ക്യൂ ഓഫ് എസ് മസ്റ്റ് ബി പോസിറ്റീവ് ബട്ട് സം ഓഫ് ദി കോഎഫിഷ്യൻസ് ഇൻ പി ഓഫ് എസ് മേ ബി നെഗറ്റീവ്. അപ്പോൾ ഇതിന് ഒരു റിലാക്സേഷൻ തന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ഫംഗ്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ വരുമ്പോൾ അതിനകത്ത് കറസ്പോണ്ടിംഗ്ലി പി ഓഫ് എസ് ന്യൂമറേറ്റർ പാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആയാലും ഇഷ്യൂ ഇല്ല. ബട്ട് ഡിനോമിനേറ്റർ പാർട്ടിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം തന്നെ എപ്പോഴും മസ്റ്റ് ബി പോസിറ്റീവ് ആയിരിക്കണം. മസ്റ്റ് ബി പോസിറ്റീവ്. ഡിനോമിനേറ്റർ പാർട്ട് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിരിക്കണം. ന്യൂമറേറ്റർ പാർട്ട് നെഗറ്റീവ് ആയാലും ഇഷ്യൂ ഇല്ല. നെക്സ്റ്റ് വൺ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കോംപ്ലക്സ് ഓർ ഇമാജിനറി പോൾസ് ആൻഡ് സീറോസ് വരുന്നുണ്ടെങ്കിൽ അത് കോൺജുഗേറ്റ് പേയേഴ്സ് ആയിട്ട് വരാവൂ. നേരത്തെ കണ്ട നെറ്റ്വർക്ക് ഫംഗ്ഷനിൽ കണ്ട അതേ ഫീച്ചറാണ്. നെക്സ്റ്റ് വൺ, the real part of poles and zeros must be negative or zero. If the real part is zero, then the pole must be symbol. നേരത്തെയും പറഞ്ഞതാണ്. ഇത് equator to 0 ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് s equal to -2 എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ്. അതായത് ഈ പോൾ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിൽ ലൈ ചെയ്യുന്നു എന്നുള്ളത് കൺഫേം ചെയ്യുന്നതാണ് ഈ സെൻറ്റൻസ്. അത് ഈ ജെഒമേഗ ആക്സിസിലാണെങ്കിൽ ഇഷ്യൂ ഇല്ല. ബട്ട് ജെഒമേഗ ആക്സിസിൽ തന്നെ റിപ്പീറ്റഡ്ലി ഒരു ലൊക്കേഷനിൽ വരുന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആകും. അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റെബിലിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യമാണ് മൂന്നാമത് മാർക്ക് ചെയ്യിക്കുന്നത്. ലെഫ്റ്റ് ഹാഫ് ഓഫ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പോൾസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കറസ്പോണ്ടിംഗ്ലി സിസ്റ്റം സ്റ്റേബിൾ ആവത്തുള്ളൂ. നെക്സ്റ്റ്, ദ പോളിനോമിയൽ ക്യൂ ഓഫ് എസ് may not have any missing terms between the highest and the lowest degree unless all even or all odd terms are missing. ഹയസ്റ്റ് പവർ 4 ആണ്, റൈറ്റ്? ഹയസ്റ്റ് പവർ 4 ആണ്. അപ്പോൾ 4ൽ നിന്ന് തുടങ്ങി s⁻0 വരെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടേമും മിസ് ചെയ്യുന്നില്ല. മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മിസ്സിങ് അലൗഡ് അല്ല. ഇനി ഏതെങ്കിലും രീതിയിൽ മിസ്സിങ് അലൗഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഓഡ് ടേംസോ ഈവൻ ടേംസോ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ്, സിക്സ്ത് വൺ, ദ ഡിഗ്രി ഓഫ് പി ഓഫ് എസ് മേ ബി ആസ് സ്മോൾ ആസ് 0 ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എസ്. അത് വളരെ വലിയ റിലാക്സേഷനാണ് ഈ തരുന്നത്. പി ഓഫ് എസ് ന്യൂമറേറ്റർ പാർട്ടിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 വരെ ആകാം. അതായത് കോൺസ്റ്റന്റ് വരെ ആകാം. ദാറ്റ് ഈസ് 2/s³ + 3s² + 5s + 2. അത് ഒരു കറസ്പോണ്ടിംഗ്ലി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആകാം, റൈറ്റ്? കാരണം ന്യൂമറേറ്റർ പാർട്ടിൽ ഡിഗ്രി എന്ന് പറയുന്നത് s⁻0 വരെ ആണെങ്കിൽ അത് അലൗഡ് ആണ്. നെക്സ്റ്റ് വൺ, സെവൻത് വൺ, for the voltage transfer ratio and the current transfer ratio, the maximum degree of P of S must equal the degree of Q of S. But voltage transfer ratio similarly current transfer ratio ആണ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് V2/V1 or V1/V2 അല്ലെങ്കിൽ I2/I1 or I1/I2 ആണ് എടുക്കുന്നെങ്കിൽ, കറണ്ട് ട്രാൻസ്ഫറോ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ ആണ് എടുക്കുന്നെങ്കിൽ, the maximum degree of P of S must be equal to the degree of Q of S. അപ്പോൾ അങ്ങനെ എടുക്കുന്നെങ്കിൽ, വോൾട്ടേജ് ട്രാൻസ്ഫറോ കറണ്ട് ട്രാൻസ്ഫറോ ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും പി ഓഫ് എസിൻ്റെയും ക്യൂ ഓഫ് എസിൻ്റെയും മാക്സിമം ഡിഗ്രീസ് സെയിം ആയിരിക്കും, റൈറ്റ്? ബട്ട് അടുത്ത ട്രാൻസ്ഫർ ഇംപിഡൻസോ ട്രാൻസ്ഫർ അഡ്മിറ്റൻസിൻ്റെ കേസാണ് നെക്സ്റ്റ് പറയുന്നത്. ദ മാക്സിമം ഡിഗ്രി ഓഫ് പി ഓഫ് എസ് മസ്റ്റ് ഈക്വൽ ദ ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എസ് +1 ഫോർ ട്രാൻസ്ഫർ ഇംപിഡൻസ് ആൻഡ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്. ഇംപിഡൻസിൻ്റെ ട്രാൻസ്ഫറിനോ അഡ്മിറ്റൻസിൻ്റെ ട്രാൻസ്ഫറിനോ ആണെങ്കിൽ ദ മാക്സിമം ഡിഗ്രി ഓഫ് പി ഓഫ് എസ് മസ്റ്റ് ഈക്വൽ ദ ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എസ് +1. അതായത് ഡിനോമിനേറ്റർ പാർട്ടിൽ s⁻4 ഉണ്ടെങ്കിൽ ന്യൂമറേറ്റർ പാർട്ടിൽ s⁻5 വരെ മാക്സിമം അലോ ചെയ്യാവും ഫോർ ട്രാൻസ്ഫർ ഇംപിഡൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്. അതായത് V2/I1 ഓർ I1/V2 അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് മാർക്ക് ചെയ്യാം. അത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് I2/V1 ഓർ V1/I2. ഇതിൻ്റെ റേഷ്യോസ് വരുമ്പോൾ ഇതാണ് കറസ്പോണ്ടിങ്ങിൽ അഡ്മിറ്റൻസും
ഇംപെഡൻസിന്റെ റേഷ്യോസ് വരുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ പവർ 1 ഡിഗ്രി വരെ മാക്സിമം അലോ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൽ ലോവർ ആയിട്ടായിരിക്കും വരേണ്ടത്.